ഹലോ ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളെല്ലാവരും ഫാമിലിയായിട്ട് ടൂർ പോകുന്നു. ഞങ്ങൾ ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ബസ് വന്നു. ഞങ്ങളെല്ലാവരും ഓരോരുത്തരായിട്ട് ബസ്സിനകത്ത് കയറാൻ പോകുന്നു. നമ്മളിതാ ബസ്സിനകത്ത് കയറി നമ്മളതാ പൊയ്ക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പോകുന്നത് തൃപ്പരപ്പം കന്യാകുമാരിയാണ്. തൃപ്പരപ്പ് എത്തി. സൽമാനാണെങ്കിൽ അൻസുവിൻ്റെ കൈയും പിടിച്ച് നടന്ന് ഫ്രണ്ടിലോട്ട് പോകുന്നു. എൻ്റെ മാമി, മാമ, ഇക്ക, മക്കൾ, എൻ്റെ ഉമ്മ എല്ലാവരുമായിട്ടാണ് തൃപ്പരപ്പെത്തി. തൃപ്പരപ്പിൽ നല്ല മനോഹരമായ വെള്ളം ചാട്ടം. വെള്ളത്തിൽ എല്ലാവരും കുളിക്കുന്നത്. അതിമനോഹരമായ വെള്ളച്ചാട്ടമാണ് തൃപ്പരപ്പിൽ. നമ്മൾ ആദ്യമായിട്ടാണ് തൃപ്പരപ്പ് കാണാൻ വരുന്നത്. ഇതിന് മുമ്പേ തൃപ്പരപ്പിൽ പോയിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണേ എങ്ങനെ ഉണ്ടായിരുന്നു തൃപ്പരപ്പെന്ന്. അൻസുവും ഇക്കായും സൽമാനും കൂടി ഫ്രണ്ടിലോട്ട് നടന്നു വരുന്നു. അൻസു കുട്ടിയാണ് ഫ്രണ്ടിൽ നടന്നത്. നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് സ്ഥലം. അതുകൊണ്ട് എങ്ങനെയാണ് ഏതാണെന്നും അറിഞ്ഞുകൂടാ. ഞങ്ങളെല്ലാവരും മുന്നോട്ട് നടന്നു പോയി എല്ലാ കാഴ്ചകളും കണ്ടുകൊണ്ട് നിൽക്കുന്നു. ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് ഞങ്ങൾ ഇത്രയും ദൂരം ആദ്യമായിട്ടാണ് ഇത്രയും ട്രിപ്പ് നമ്മൾ വരുന്നത്. അതുകൊണ്ട് അവർക്ക് തന്നെ അത് ഭയങ്കര സന്തോഷമാണ്. ഇത്രയും സ്ഥലങ്ങൾ അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവർ കാണുന്നത്. പിന്നെ അതുകൊണ്ട് അവർ വെള്ളമെല്ലാം കണ്ടപ്പോൾ അവർ ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എൻ്റെ പൊടി മോളും എൻ്റെ 2 മക്കളും കൂടെ 3 പേരും കൂടെയാണ് ആ വെള്ളം സ്വിമ്മിംഗ് പൂള് പോലെ എന്തോ കെട്ടിയിട്ടിരിക്കുന്നതാണ്. അവിടെ സ്വിമ്മിങ്ങിൽ ഇറങ്ങണമെങ്കിൽ പൈസ അടയ്ക്കണം. അല്ലാത്തതോ ആ അരുവി പോലെ കാണുന്നിടത്ത് നമുക്ക് പൈസയും അടയ്ക്കണം. അത് ഫ്രീ ആണ്. അതിൻ്റെ അതെല്ലാം കണ്ട് അവരങ്ങനെ ആ സ്വിമ്മിംഗ് പൂളിൽ ആൾക്കാർ കുളിക്കണത് നല്ല ഹാപ്പിയായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ്. ഇവിടെ കുളിക്കാൻ വേണ്ടി ഡ്രസ്സ് മാറുന്ന സ്ഥലം എവിടെയുണ്ട് അത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതിന് വേണ്ടിയാണ് ഞങ്ങൾ 3 പേരും കൂടെ ഇങ്ങനെ തിരക്കി നടക്കുന്നത്. എങ്ങനെയെല്ലാം എത്തിച്ചേർന്ന് എത്തി അവിടെ. അത് കഴിഞ്ഞ് എൻ്റെ പൊടി മോളെയും 2 പേരും കൂടെ പിടിച്ച് അവളെ സേഫ്റ്റി ആയിട്ട് കൊണ്ടുവരുന്നത്. 3 പേരും കൂടെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ ഇറങ്ങുകയാണ്. ഇത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലത്തോട്ട് പോകുന്നതാണ്. 3 പേരും കൂടി നടന്ന് അവൾക്ക് 3 പേർക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ. ഭയങ്കര സന്തോഷം. ഇത് ആ തൃപ്പരപ്പിലുള്ള എന്തോ ഒരു ഇതാണ്. ഇത് തൃപ്പരപ്പിലുള്ള കല്ല് മണ്ഡപം എന്തോ ആണ്. ഇതിനെപ്പറ്റി അധികം അങ്ങനെ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. 3 പേരും കൂടെ അതിനുള്ളിലോട്ട് കയറി നിന്ന് എല്ലായിടവും നോക്കുകയാണ്. നോക്കിക്കഴിഞ്ഞിട്ട് ഒരാൾ അങ്ങോട്ട് പോകണം, ഒരാൾ ഈ മണ്ഡപത്തിന് ബാക്ക് സൈഡ് കുറച്ച് കുളം പോലെ എന്തോ കിടപ്പുണ്ട്. അതുകൊണ്ട് എൻ്റെ മൂത്ത മോള് ചോദിച്ചതാണ് അതിൽ എന്താ ഉമ്മ ആഴം വല്ലതും ഉണ്ടോ, അതിനെപ്പറ്റി എൻ്റെ ചോദിച്ചതാണ്. അതിനെപ്പറ്റി കൂടുതലൊന്നും എനിക്ക് അറിവില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും പറയാൻ പോയില്ല. ഇത് വന്നിട്ട് ആ മണ്ഡപത്തിൻ്റെ സൈഡിലായിട്ട് ചുമരാണ്. അതിൻ്റെ പുറത്ത് ഒരു ചീങ്കണ്ണിയുടെ മുതലെന്നല്ലേ പറയുന്നത്, ആ സാധനമാണ്. അതിൻ്റെ പുറത്ത് എൻ്റെ മോളെ ഞാൻ കയറ്റി തന്നെ ഇരുത്തി. അതിൻ്റെ അടുത്ത് മൂത്ത മോളും വന്നിരുന്ന് 2 പേരെ ഇരുത്തി ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ അതിൻ്റെ പുറത്ത് കയറി ഇരുന്ന് എൻ്റെ മോള് ചോദിക്കുകയാണ്. പൊടിയാൾ ചോദിക്കും, ഉമ്മച്ചി ഇത് കടിക്കുമോ എന്നാണ് എൻ്റെ അടുത്ത് ചോദിക്കണത്. മൂത്തോളതിൻ്റെ തലയെല്ലാം തടയി കിടക്കുകയാണ്. അടുത്ത മോനും കൂടെ കയറി വന്നിരുന്ന് 3 പേരും കൂടെ നല്ല ഹാപ്പി ആയിട്ടിരുന്ന് നല്ല വിശാലമായിട്ടിരുന്ന് അതിൻ്റെ പുറത്തിരുന്ന് ഫോട്ടോ എല്ലാം എടുത്ത്. ആ ചുമരിലുള്ള ചിത്രങ്ങളാണ്. എങ്ങനെയുണ്ട് കാണാൻ? നല്ല ഭംഗിയുണ്ടല്ലേ. അതിൻ്റെ ചുമരിലുള്ള പിക്ചറുകളാണ്.
രണ്ടുപേരും ആ ചുമരിൻ്റെ അടുത്ത് ശകലം വഴി എന്തോ കിടപ്പുണ്ടല്ലോ അതിൻ്റെ കൂടെ നടന്ന് അതിൻ്റെ അറ്റത്ത് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് രണ്ടുപേരും കൂടി. നടന്ന് മാനിനെല്ലാം കണ്ട് അതിൻ്റെ കൂടെ എൻ്റെ മോനും ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർ ആദ്യമായിട്ട് കാണുന്നതല്ലേ, അതുകൊണ്ട് 3 പേരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ഞങ്ങൾ അവരെ 3 പേരും ഫ്രീ ആയിട്ട് വിട്ടിരിക്കുക. എൻ്റെ പൊടി മോൾക്കാണെങ്കിൽ അവിടെ ഊഞ്ഞാലെന്തോ കിടപ്പുണ്ട്, അവിടെ ആടാൻ വേണ്ടി വിളിക്കണതാണ്. പക്ഷേ സംഭവം അവിടെ എല്ലാം നല്ല വർക്ക് നടക്കണോണ്ട് മോൾക്ക് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റൂല. ഇപ്പോൾ ഒരു ഏണി പോലത്തെ എന്തോ ഒരു സംഭവമാണ്, അത് കണ്ടതുകൊണ്ട് അവൾ അതിലോട്ട് കയറണമെങ്കിൽ കയറട്ടെന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തു. പക്ഷേ സംഭവം അവൾക്ക് പേടിയൊന്നുമില്ല, നല്ല ആക്റ്റീവായുള്ള മോളാണ്. അവൾ തനിയെ തന്നെ എല്ലാം കയറി ഇറങ്ങി എല്ലാം ചെയ്യുന്നുണ്ട്. കയറി ഇരിക്കണ സ്റ്റൈൽ നോക്കിയാണ്. എൻ്റെ മോള് പറയാണ്, പൊടി മോളാണേ, പറയാണ് അവൾക്ക് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കണമെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു വേണ്ട മോളെ, അവിടെ നിന്ന് കുളിക്കാനൊന്നും പറ്റൂല, കൊച്ചു മോളല്ലേ, അതുകൊണ്ട് നമുക്ക് പറ്റൂല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു മരത്തിൻ്റെ മേളിലാണെങ്കിൽ കാക്കക്കൂടാണേ. ആ കാക്കക്കൂട് നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടി. കുളിക്കാൻ വേണ്ടി എൻ്റെ മൂത്ത മോളും ഇളയ മോളും ഡ്രസ്സെല്ലാം മാറ്റി മോൻ കുളിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അവനൊരു ചെറിയൊരു പേടിയുണ്ട്. ഇതിനിടയിൽ വീണ്ടും 3 പേരും കൂടെ ആ ഏണി പോലത്തെ സാധനത്തിൽ കയറാണ്. കയറി കഴിഞ്ഞ ശേഷം വീണ്ടും അവർ ഇറങ്ങും, വീണ്ടും കയറും, വീണ്ടും ഇറങ്ങും. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികൾ. എന്നാലും എൻ്റെ മോനും കുളിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടല്ലോ, അവൻ്റെ പേടിയെല്ലാം ഞങ്ങളൊന്ന് മാറ്റി കൊടുക്കണ്ടേ. അവനേക്കും ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് 3 പേരും കൂടെ പോകുന്നു തൃപ്പരപ്പിൽ കുളിക്കാൻ. ഇക്ക മോളെ എടുത്ത് തട്ടിക്കൊണ്ട് 4 പേരായിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ അടുത്തായിട്ട് പോയി നിൽക്കണം. അത് രണ്ടൊരു അവനിക്ക് എന്നെ പേടിയാണ് കേട്ടോ, ആദ്യമായിട്ട് ഈ കുളിക്കണതുകൊണ്ട്. പക്ഷേ മൂത്ത ആൾക്ക് അതിലൊന്നും ഒരു പേടിയില്ല, അവൾ നല്ല ഹാപ്പിയാണ്. അവിടെ എല്ലാം കുളിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ പാറയുടെ സൈഡിൽ കൂടെ എന്തോ വെള്ളം വരുന്നുണ്ട്, അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയാണ്. ഇളയാൾക്ക് ഒരു പേടിയുമില്ല, അവിടെ ഇരുന്ന് കുളിച്ച് തപസ്സെല്ലാം ചെയ്യും പോലെ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ മൂത്ത ആൾക്കും ഒരു പേടിയില്ല. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തൃപ്പരപ്പിൽ കുളിയെല്ലാം കഴിഞ്ഞ് അവിടെ നിന്നെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ കന്യാകുമാരിയിലോട്ട് അടുത്ത് പോവുകയാണേ. പോണ സമയത്തുള്ള കാഴ്ചയാണ് ഈ കന്യാകുമാരിയിൽ പോണ റൂട്ട് സ്ഥലത്തുള്ള കാഴ്ചകളാണ്. എന്ത് ഭംഗിയാണെന്നറിയാമോ ആ സ്ഥലങ്ങൾ കാണാനും. മലകളും തെങ്ങും തോപ്പുകളും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇത് മലയാണ് കാണുന്നത്.
നമ്മൾ കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചെല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ കന്യാകുമാരി ബീച്ചിലോട്ട് ഇറങ്ങി. ആ ഇറങ്ങുന്ന സമയത്താണ് മോളെ റോഡിൻ്റെ അരുവേ കൂടെ നടത്തിക്കൊണ്ട് വരുന്നത്. അതിനിടയിൽ 3 പേർക്ക് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് നമ്മളത് ആ കന്യാകുമാരി എത്തി. നമ്മൾ നടന്ന് അങ്ങനെ ഓരോ കടയെല്ലാം നോക്കി ഞാനും എൻ്റെ മോളും കൂടെ നടന്ന് നമ്മളെല്ലാവരുമായിട്ട് ഫ്രണ്ടിൽ അങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിട്ട് ഭയങ്കര വെയിലാണ് കേട്ടോ. ഞങ്ങൾ പോയി ഇറങ്ങിയ സമയം നല്ല ഉച്ച നേരമാണ്, 12:30 ആ സമയത്തെല്ലാം ഞങ്ങൾ പോയി. നല്ല വെയിലാണ്. അങ്ങനെ എല്ലാം ഓരോ കടകളിലും നമ്മൾ കയറി അങ്ങനെ നോക്കി ഓരോ സാധനങ്ങൾ നോക്കിക്കൊണ്ട് നമ്മളെല്ലാവരും നടന്ന് അങ്ങനെ പോകുന്നു. അൻസുക്കുട്ടിക്കും നസ്രിക്കുട്ടിക്കും മാല വാങ്ങാമെന്ന് പറഞ്ഞ് നമ്മൾ നോക്കുന്നതാണ്. നല്ല ആ അമ്മച്ചിയുടെ കയ്യിൽ നിന്നാണ് മാല വാങ്ങുന്നത്. നല്ല മാലയാണ് കേട്ടോ. ഞങ്ങളെ നാട്ടിൽ നിന്ന് വാങ്ങണതിനെ കാട്ടി നല്ല ക്വാളിറ്റിയുള്ള നല്ല മുത്തുമാലകളാണ്. നല്ല സൂപ്പർ മാലകൾ. അങ്ങനെ ഞങ്ങളെ അതിൽ നിന്ന് മാല ഒരു 5-6 എണ്ണം വാങ്ങിച്ചിട്ട് എൻ്റെ പൊടി മോൾ അതിനിടയിൽ കൂടെ നോക്കിയതെല്ലാം. നമ്മുടെ കടകളിലെല്ലാം നല്ല ഭംഗിയാണ്. കൂടുതലും ഉള്ളത് ശംഖ് പോലത്തെ സാധനങ്ങളാണ്. അത് കഴിഞ്ഞ ശേഷം അവർക്ക് ഒരു ഫാന് പോലത്തെ സാധനവും പിന്നെ മറ്റേ ഈ ബബിള് ഊതുന്ന സാധനം ഉണ്ടല്ലോ അതെല്ലാം വാങ്ങിക്കൊടുത്ത് കണ്ണാടിയെല്ലാം വാങ്ങിച്ചു കൊടുത്ത് ആൾ നല്ല ഹാപ്പി ആയിട്ട് നടന്ന് 3 പേരായിട്ട് നല്ല സന്തോഷമായിട്ട് നടന്നു പോകുന്ന സമയത്താണ് ഈ പ്ലാറ്റ്ഫോം പോലത്തുള്ള സ്ഥലത്ത് അവർ ഈ ശംഖിൻ്റെ മാല പോലെ എന്തോല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെല്ലാം കണ്ടുകൊണ്ട് നമ്മളതാ ഫ്രണ്ടിലോട്ട് നടന്നു പോകുന്നതാണ്. അൻസുക്കുട്ടിയുടെ നടത്തം എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾ നടക്കാൻ പറഞ്ഞപ്പോൾ ആൾ നടക്കുന്ന സ്റ്റൈലാണത്. സ്റ്റൈല് നോക്കിയാണ് നടക്കണം. നമ്മൾ എത്ര ബാക്കിലാണ് നിൽക്കണം. അവൾ നല്ല എക്സ്പീരിയൻസ് ഉള്ളതുപോലെ നേരത്തെ മുൻപരിചയം ഉള്ളതുപോലെയാണ് അവൾ നല്ല ഫ്രീ ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് നടന്നു പോകും. എൻ്റെ മോളുടെ നടത്തം എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്തത് മൂത്താളതിൽ തൊട്ട് ബാക്കിലുണ്ട്, എന്നാലും അവൾ ഫ്രീ ആയിട്ട് നടന്നു പോവുകയാണ്. അൻസുക്കുട്ടിക്ക് വേണ്ടി ഇതിൽ നിന്ന് 2-3 ഫ്രോക്ക് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് ഇടാൻ മറന്നുപോയതാണേ. ബാക്കി ഇതാ ടോയ്സുകൾ നല്ല സൂപ്പർ കടകളേട്ടാ. ഒരുപാട് കടയിൽ മൊത്തം ഇവിടെ ഇത് തന്നെയാണ്. ഓരോ കടയിൽ നോക്കും ഓരോ കടയും ഡിഫറെൻ്റ് ആയിട്ടുള്ള കടകളാണ്. ഒരു കടയിൽ നോക്കുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങാൻ നോക്കും. അടുത്ത കടയിൽ പോകുമ്പോൾ ആദ്യം കണ്ട കടയിലേയും കാട്ടി നല്ല സാധനം അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് എവിടെ നിന്നാണ് എന്താണ് വാങ്ങണമെന്ന് വരെ ഞങ്ങൾ കൺഫ്യൂഷനായിപ്പോയി. എൻ്റെ മോൾ ആദ്യമായിട്ടാണ് പൊമ്മ തയ്ക്കുന്നത് നോക്കണം. കാരണം എന്ന് വെച്ചാൽ അവർക്ക് നമ്മളെല്ലാം വാങ്ങിയല്ലേ കൊടുത്ത്. ഇത് കൈ കൊണ്ട് ചെയ്യണമെന്ന് അവർ കണ്ടിട്ടില്ല. അങ്ങനെ അത് ആദ്യമായിട്ട് കണ്ട് അതിനെ അവൾ പോയി നോക്കി. അതിന് ശേഷം പൊടിയാൾ അതിന് ഫ്രണ്ടിലായിട്ട് ഒരുപാട് ഗ്രൗണ്ട് പോലത്തെ സ്ഥലമാണ്. അവിടെ നിന്ന് എൻ്റെ പൊടി മോൾ നമ്മളെല്ലാവരും നോക്കുന്നത്. അവളെ വീണ്ടും ഓടി ആ കടലെടുത്ത് പോവുകയാണ്. അത് കഴിഞ്ഞ് ശേഷം 3 പേരും കൂടെ വീണ്ടും പഴയതുപോലെ ടോയ്സ് കടയിലോട്ടെല്ലാം കയറി ടോയ്സ് എല്ലാം നോക്കി. പൊടി മോളാണെങ്കിൽ അവളുടെ കയ്യിൽ ആ ചെറിയൊരു ഫാന് പോലത്തെ സാധനം എന്താ അതിനെടുത്തിട്ട് കറക്കി അവളിതാ ആ ബൊമ്മയെല്ലാം കയറിയിട്ട് പിടിച്ചുകൊണ്ട് നിൽക്കണം. അത് കഴിഞ്ഞിട്ട് 3 പേരും കൂടെ നല്ല ഹാപ്പിയായി കളിക്കാനുള്ള പ്ലാനാണ്. പക്ഷേ ആരും പോകുന്നില്ല അവളെ കൂടെ കളിക്കാൻ വേണ്ടി. അവൾ വീണ്ടും വിളിക്കുമ്പോൾ ആരും പോകില്ല. തനിയെ പോയി ഫാനെല്ലാം കറക്കിക്കൊണ്ട് നിൽക്കണം. അസ്ലിക്കുട്ടി അൻസുക്കുട്ടിക്ക് കണ്ണാടിയെല്ലാം വെച്ച് കൊടുക്കണം. അത് കഴിഞ്ഞ ശേഷം വീണ്ടും അവർ കളിക്കാനുള്ള പരിപാടിയാണ്. പക്ഷേ 2-3 തുള്ളലെല്ലാം തുള്ളി.
അത് കഴിഞ്ഞ ശേഷം നമ്മൾ കടലിൻ്റെ അറ്റത്തുള്ള ആ വഴിയിൽ കയറിയിരിക്കണം. ഇരുന്ന് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അതിനടുത്തായിട്ട് നമ്മളും കയറിയിരുന്ന് അതിനങ്ങോട്ട് കാണാൻ വിവേകാനന്ദ പാറയാണ്. അതിൻ്റെ അടുത്തായിട്ട് ഇപ്പം എന്തോ ക്ലാസ് പാലമൊന്നും അങ്ങനെ എന്തോ ഉണ്ട്. അതിൽ പോകാൻ വേണ്ടി നമ്മൾ ബോട്ടാണ്. ബോട്ടിൽ പോയാണ് അവിടെ പോയി ഇറങ്ങേണ്ടത്. അങ്ങനെ അതെല്ലാം കാഴ്ചകളെല്ലാം കണ്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും എൻ്റെ മോൾ ഓടി വന്ന് അതിന് ശേഷം നമ്മളതാ വീണ്ടും അവിടെ തന്നെ നിന്ന് എല്ലാ കാഴ്ചകളും കണ്ട് കഴിഞ്ഞ് വീണ്ടും നമ്മളിനി തിരിച്ച് പോവാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതിനുശേഷം നമ്മൾ താഴെ നിന്ന് ഏറ്റവും മേളിലോട്ട് കയറിയതിന് ശേഷമാണ് കാർ ഡ്രൈവിംഗ് ചെയ്യണമെന്ന് മോൾക്കൊരാഗ്രഹം. അങ്ങനെ കാർ ഡ്രൈവിംഗ് ചെയ്യാൻ വേണ്ടി അവൾക്ക് 100 രൂപയാണ് ഒരു റൗണ്ട് പോയിട്ട് വരുന്നതിന്. അതാ 100 രൂപയും കൊടുത്ത് അവൾ ഡ്രൈവിംഗ് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ മുന്നോട്ട് പോയി. അൻസുകുട്ടി അടുത്ത വണ്ടിയിലോട്ട് കയറിയിരുന്ന് ഇനി ഞങ്ങൾ രാത്രി ആകാൻ പോകുന്നു, ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നു. അതിന് ശേഷമുള്ള വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല. എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.